ഇത് നിങ്ങളെ വേറെ ഒരു കടിനെ പോലെയല്ല കേട്ടോ. ഈ ഒരു രാവിലത്തെ ചായൻ്റെ കടി നിങ്ങൾ ഉണ്ടാക്കിയ പിന്നെ ഇത് ഉണ്ടാക്കാതെ നിങ്ങൾ നിൽക്കൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഇപ്പോൾ ഇത് ഒരു ദിവസം ഉണ്ടാക്കിയതാണ്. പിന്നെ ചോറൊന്നും ബാക്കിയില്ല. എന്നിട്ട് ഞാനിപ്പോൾ ചോറ് തീമിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ചോറ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചോറ് ബാക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കൂല. ചോറ് അന്നേരം വെച്ചിട്ടെങ്കിലും ഈ ഒരു കടികൾ ഉണ്ടാക്കും. കാരണം നമ്മളെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. പിന്നെയാണ് രാവിലെയൊക്കെ ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു കടിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നോക്കിയാണി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് ചോറാണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് രാത്രിയിൽ വെള്ളത്തിട്ട ചോറുണ്ടെങ്കിൽ വെള്ളം ഊറ്റിയിട്ട് അതെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ലേശം ചോറ് വെച്ചിട്ട് വരെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ അന്നേരം ചോറ് വെച്ചാൽ നമുക്ക് ഉച്ചക്കുള്ള ചോറും ആവും, പോരാത്തതിന് നമുക്ക് ഈ ഒരു ചായൻ്റെ കടി ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതാ നല്ല സാധാരണ റേഷൻ കടിയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചോറിന്. ഒരു 2 ഗ്ലാസ് ചോറ് വെച്ചിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു 4-5 പേരുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് 2 രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്തോളി. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല കേട്ടോ. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് പച്ചമുളകും സംഭവവും കാര്യമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാർക്ക് ഒരു 2 പച്ചമുളക് കീറിയതിട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ചോറിടുമ്പോൾ ആ ജാറിൻ്റെ അടിയിൽ ആ 2 പച്ചമുളക്, 3 അല്ല, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് ചോറ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് അടിച്ചെടുക്കാണ്ട് ചെയ്യണത്. എന്താ വെച്ചാൽ നമ്മൾ ഈ വലിയ ചാറ് എടുക്കണം. എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് വെള്ളം അത്യാവശ്യം ഒഴിക്കുന്നുണ്ട്, ഒരുപാട് വേണ്ട. 2 ഗ്ലാസ് ചോറുക്ക് 1/2 ഗ്ലാസ് പച്ചവെള്ളം, സാധാ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതവിടെ നിൽക്കട്ടെ. നല്ലൊരു മണം ഉണ്ടിട്ടപ്പം ആ ഒരു കറിവേപ്പിലയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞിട്ടാണോ എന്നറിയില്ല, ഭയങ്കര നല്ലൊരു സ്മെല്ലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കാണാനും നല്ലൊരു പിസ്ത കളറായിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു പിടി മല്ലിയില, ഒരു മിക്സിയുടെ വേറൊരു ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയില, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തുകണത്. അപ്പോൾ ആ ഒരു ഇല നല്ലോണം കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു മഞ്ഞുകാലത്ത് തണുപ്പത്ത്, ഇനിയിപ്പോൾ തണുപ്പത്ത് മഞ്ഞുകാലം എന്നൊന്നുമില്ല, ഇനിയിപ്പോൾ നമുക്ക് നോമ്പൊക്കെ വരാൻ പോവുകയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കും ഇനിയിപ്പോൾ നല്ല ചൂട് കാലത്തൊക്കെ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ വൈകുന്നേരം കൂട്ടി കഴിക്കാനും ഒക്കെ പറ്റണേ. ഇനിയിപ്പോൾ മഴക്കാലത്തായാലൊക്കെ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ചായൻ്റെ കടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ലേശം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2-3 ടേബിൾ സ്പൂണോളം വിനാഗറും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചിക്കണമെങ്കിലും കൂടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ലേശം തേങ്ങ ചേർക്കണം. തേങ്ങ മസ്റ്റാണ് കേട്ടോ, ലേശം, ഒരുപാട് വേണ്ട. ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തോളി. തേങ്ങ കൂടി വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇനി കുറഞ്ഞ് വിചാരിച്ചാണ്ട് അതിനും കുഴപ്പമൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതും നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു അരച്ചെടുത്തേക്ക് പകുതി സവാളൻ്റെ പകുതി അല്ലേ ചേർത്ത് കൊടുത്തേ, ആ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമുക്ക് ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാവിലൊക്കെ നമുക്ക് ഒരുപാട് തിരക്കാണല്ലേ, എന്തൊരു തിരക്കാണെന്നറിയാം. ഏത് തിരക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്കും രാവിലെ നല്ല തിരക്ക് തന്നെയാണ്. കാരണം കുട്ടികൾ മദ്രസ പോണ സമയം, സ്കൂളിൽ പോകുന്ന സമയം എല്ലാം കൂടി ഒത്തു വരുവാണ്. പിന്നെ പിള്ളേരൊക്കെ നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏത് പണിക്ക് പോവുകയാണെങ്കിലും, ഓഫീസിലേക്കാണെങ്കിലും, ഇനിയിപ്പം സ്കൂൾക്കോ മാഷന്മാരാണെങ്കിലും, ഇനിയിപ്പോൾ കൂലിപ്പണിക്കാരോ ഒക്കെ കറക്റ്റ് സമയത്ത് അവർക്ക് ചായ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ചായ വേണ്ടി വരുന്നു വിചാരിച്ചിട്ട് നമ്മളെന്നും എന്താ ഉണ്ടാക്കുക, എന്തെങ്കിലും എന്നും ഓട്ടട തന്നെ ചുടും, അല്ലെങ്കിൽ എങ്ങനെ പുട്ടും ചുടും. അങ്ങനെയൊക്കെ കടികൾ ഉണ്ടാക്കുമ്പോൾ
കുട്ടികൾക്കായാലും ആർക്കായാലും ഒരു വെറൈറ്റി കടി ഇഷ്ടമില്ലാത്ത പോലെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിലേക്ക് കറി ഉണ്ടാക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകും ചോറ്. അപ്പോൾ ആ ഒരു ചോറ് വെച്ചിട്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ അരി വെള്ളത്തിടാൻ മറക്കണ ദിവസം ഉണ്ടാവും. ഇനിയിപ്പം അരി വെള്ളത്തിട്ടാൽ തന്നെ നമ്മൾ ഇനിയിപ്പോൾ അത് കറണ്ട് ഇല്ലാത്ത സമയം ഉണ്ടാവും, നമുക്കുണ്ടാവില്ല ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയം, അന്നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറ് അരിയൊക്കെ അരണി ഒരുപാട് സമയം വേണ്ടി വരില്ല. പക്ഷെ അതുപോലെയല്ലല്ലോ ചോറ്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ കറണ്ട് ചിലവാണ് പേടിയൊന്നും ഇല്ലാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ കട്ടിംഗ് വെച്ചിട്ട് കട്ട് ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ, അരച്ചെടുത്തതല്ല കേട്ടോ, കട്ട് ചെയ്തതൊരു ഇതേമാതിരി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. പാത്രത്തിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മിക്സിൻ്റെ ജാറിൽ നമ്മൾ ആദ്യം അരച്ചല്ലോ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം അരച്ച് വെച്ചില്ലേ, ആ ചോറ് എന്ത് ചെയ്യുക ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിൽ മാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ചിട്ട് നല്ലോണം കഴുകി ഒഴിക്കേണ്ട. കാരണം നമ്മൾ ദോശയും ചൂടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കൈകൊണ്ട് അതിൻ്റെ മാവ് മുഴുവനും നമ്മൾ കൈകൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കട്ടോ. അപ്പോൾ അത് ചില ആളുകളൊക്കെ പറയും കൈകൊണ്ട് ഇങ്ങനെ വടിക്കണ കാണുമ്പോൾ എന്താ ഇപ്പോൾ കൈകൊണ്ട് വടിക്കണേന്, നമ്മൾ എന്തായാലും ഒരു പത്തിരിപ്പൊടി കുഴക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ടല്ലേ. പിന്നെ അതിനൊന്നും ഇപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു തേങ്ങ അരക്കുകയാണെങ്കിൽ അമ്മിമട്ട അരക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ടല്ല, എല്ലാം കൈകൊണ്ട് ചെയ്യുന്നതിന് എന്താ കൈ വൃത്തി ഉണ്ടായാൽ മതിയല്ലോ, വൃത്തിയാക്കണം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൈകൊണ്ട് വടിച്ചെടുത്താൽ മുഴുവനായിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ നമ്മളെ വീട്ടിൽ നാക്കാലികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിക്കാണ്ട് കഴുകി ഒഴിക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ബാറ്ററിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലിട്ട് അരിച്ചിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. കാരണം അത് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത്. പക്ഷേ പിന്നെ ചോറ് അരിച്ചിലൊന്നും നമ്മൾ ഒരു നുള്ള പോലും ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചോറ് അരച്ചെടുക്കുന്നത് സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്താലും മതിയാവും. ഇനി നമുക്ക് ഈ ഒരു പലഹാരം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ. ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം ഉണ്ടാവും സംശയമാണ് കേട്ടോ അരിപ്പൊടി. ഏതായാലും നിങ്ങൾ കുറച്ച് ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് വെക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ് വരെ നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുക്കട്ടോ. പക്ഷെ നല്ല ലൂസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, നല്ല ഹാർഡ് ആവാൻ പാടില്ല. ഇതിപ്പോൾ നിങ്ങൾ കാണില്ലേ, ഞാൻ അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലിങ്ങനെ നല്ലോണം നിങ്ങൾ കാണില്ലേ, അതാ ഒട്ടിപ്പിടിച്ച് ചളി വിളിയായിട്ടല്ലേ നിൽക്കണത്. അങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇതാ കണ്ടില്ലേ, ഒരിക്കലും നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നിൽക്കൂലേ, ഇങ്ങനെ കയ്യിലൊട്ടേ ഒന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് വേണ്ട നല്ല കുഴമ്പായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഒട്ടുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട, അത് ഇട്ടെറിഞ്ഞ് പോകാനൊന്നും നിൽക്കണ്ട. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്യും. അപ്പോൾ എന്താ പറയുക, നമ്മളെ കയ്യിലുള്ള ആ ബാറ്ററൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലോണം അങ്ങോട്ട് വടിച്ചെടുക്കുക. എന്നിട്ട് കൈ നല്ലോണം ഒന്ന് കഴുകുക. നല്ലോണം കഴുകുക എന്ന് പറഞ്ഞാൽ കൈമേലുള്ള ആ പൊടിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട്, ഇനിയിപ്പോൾ പൊടി കഴുകി കളഞ്ഞാലും കൈയൊന്ന് നനയ്ക്കുക. കൈ നനച്ചിട്ടതാ, കൈ നല്ലോണം നനക്കട്ടോ. വെളിച്ചെണ്ണ അല്ല വേണ്ടത്, കൈ സാധാ വെള്ളം കൊണ്ട് നനയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ലേശം ബാറ്റർ അതുപോലെ എടുക്കുക. നമ്മൾ കൈ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചോളേണ്ടി, ആ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് കൈയൊന്ന് മുക്കുക. എന്നിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ബാറ്റർ ഇങ്ങനെ വലിച്ചു വരുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടൂല കേട്ടോ, ഒട്ടി പിടിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ചെയ്യാം. നമുക്കെന്താ വെച്ചാൽ രാവിലെ ചിലവരൊക്കെ ഈ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല എളുപ്പം നല്ല ടേസ്റ്റാണ്. എത്രയോ ആളുകൾ പത്തലുണ്ടാക്കും. അങ്ങനെ ഇപ്പോൾ ഈ ഒരു എണ്ണയിൽ പൊരിക്കണ കാണുമ്പോൾ ഒരു പക്ഷേ ആളുകൾ വിചാരിക്കും, ചിലവർക്കൊക്കെ കേട്ടോ, ചിലവർ പിന്നെ രാവിലെ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കി കഴിക്കും. നമ്മൾ ഈ മലപ്പുറം ഭാഗത്ത് ഇതൊന്നും ഇല്ലാത്തുള്ളൂ. ഈ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരക്കടികളൊക്കെ ഉണ്ട്. രാവിലെയൊക്കെ ചായക്ക് കടിയൊക്കെ കൂട്ടല്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഓൾക്ക് ഒരുപാട് അസുഖമുള്ളവരും നമ്മൾ മലപ്പുറം ജില്ലക്കാർ തീരെ അസുഖമില്ലാത്തവരൊന്നല്ല. എല്ലാവർക്കും അസുഖം എല്ലാവർക്കും ഉണ്ട്, എന്നാൽ ചില ആൾക്കൊന്നും അസുഖം ഇല്ലേനും അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ രാവിലേക്കൊക്കെ ആണോ ഇങ്ങനെ പൊരിക്കണമെന്ന് വിചാരിക്കേണ്ടത്, ഒട്ടും എണ്ണ കുടിക്കണില്ല കേട്ടോ. നമ്മൾ ഈ ഇത്രയും അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കണമില്ല. പിന്നെ എന്നും നമ്മളിത്
ഉണ്ടാക്കി കഴിക്കണമൊന്നുമില്ലല്ലോ. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊരു വെറൈറ്റി കടി അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് കഴിഞ്ഞാലുണ്ടാണ് കുഴപ്പം, ഇതിൽ എണ്ണ കുടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കൽ അല്ല, ലോ ഫ്ലെയിമിൽ വെച്ചാൽ എണ്ണ കുടിക്കൽ മാത്രമല്ല ഇത് വേഗമൊന്നും ആവില്ല. നമുക്കിത് നല്ലോണം അരിപ്പൊടിയും ചോറും നല്ലോണം പുറം ക്രിസ്പിയും ഉൾഭാഗം നല്ലോണം സോഫ്റ്റായിട്ട് വെന്തും കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മറിച്ചിട്ടെടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു പരന്ന പാത്രത്തിലൊക്കെയാണ് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാടെണ്ണം ഒറ്റയടിക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഒട്ടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ കയ്യിലൊക്കെ ഇത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കണ്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും ഒട്ടി പിടിക്കൂല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നമ്മളെ അപ്പക്കോരി കൊണ്ട് നീക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കട്ടോ. ഇതാ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇടണമെന്ന് മാത്രം, ഒട്ടും എണ്ണ കുടിക്കൂല. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചേർത്തത് മല്ലിച്ചപ്പ്. ഇനി ഇതിനെയും കാത്തിട്ടുണ്ട് ഒരു ചമ്മന്തി കാത്തിക്കണം കേട്ടോ. അത് അതിലും വലിയ ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലല്ല ഉണ്ടാക്കിയത്. ഇനി രണ്ടാമത്തെ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങോട്ട് കോരിയെടുക്കട്ടെ. അപ്പോൾ ഇത് കോരിയെടുക്കുമ്പോഴാണെങ്കിലും ഇനി അല്ലെങ്കിലും ഒന്നും നിങ്ങളിത് ഫ്ലെയിം കുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കേ വേണ്ട കേട്ടോ. അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഇതുപോലെ രണ്ടാമത്തെ ഇതിങ്ങനെ നമ്മൾ പത്തലൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കൈ നല്ലോണം കഴുകുക. എന്നിട്ട് കൈ നനച്ചതിന് ശേഷം ഉരുളാക്കിയിട്ട് നമ്മൾ മറ്റത് ഉരുട്ടി ഇത് പരത്തി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ചെയ്യുക. എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പാട്ടമൂടി കൊണ്ട് മുറിച്ചെടുക്കുക അതുപോലെ തന്നെ അങ്ങനെയൊന്നും പറ്റൂല കേട്ടോ. ഇതിന് നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും നമ്മൾ ആ ഉരുട്ടീനേക്കാളും ഒന്നും കൂടി എളുപ്പത്തിലാവണത് ഇങ്ങനെ പരത്തി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യുക. നമ്മളെ വീട്ടിൽ രാവിലെയൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കൊരു കറി, ഇനിയിപ്പോൾ പത്തലാലൊക്കെ നമ്മളൊരു കറി ഉണ്ടാക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇനിയിപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചൂടുള്ള ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു നോമ്പൊക്കെ വരില്ലേ റമദാനിലൊക്കെ, നമുക്ക് ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ മധുരമുള്ള പലഹാരം ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഒരു കടിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടല് ഈ ഒരു ചമ്മന്തിനെയാണ് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയും കൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളത് ഈ ചേർത്തതൊക്കെ എല്ലാം മല്ലിച്ചപ്പാവട്ടെ, ഇഞ്ചി ആവട്ടെ, ചെറിയ ഉള്ളി ആവട്ടെ, കരിവേപ്പിലാവട്ടെ, പച്ചമുളക് പിന്നെ ഹെൽത്തി ആണോ, അത് ശരീരത്തിന് ഒട്ടോരോ ഗുണം ചെയ്യും ദോഷം ചെയ്യുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ബാക്കിയെല്ലാം ഒരു തരം മെഡിസിൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തിയും ഒരു മെഡിസിനായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഏതായാലും ഇത് നല്ല നല്ല മണമുണ്ട് കേട്ടോ. ഇത് രണ്ടും നല്ലൊരു മണമാണ്. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കടി വാങ്ങി കഴിച്ചാലും നമുക്ക് ഇഷ്ടത്തിനുള്ള രുചിയാവില്ല. അതിലേക്ക് കിട്ടുന്ന ചമ്മന്തിയും ഒന്നും നമ്മൾ ഇഷ്ടത്തിനാവില്ല. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചമ്മന്തിയാണ്. പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയില്ല, വലിയൊരു ചിലവോ കാര്യമോ ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്തുക്കണേ. അപ്പോൾ എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരുണ്ടെങ്കിൽ. നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ പുറം ഉള്ള നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ മുറിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ തന്നെ തോന്നുന്നൊരു പഞ്ഞി കെട്ടാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തിരിട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. കാരണം അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു കടിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ. അതുവരേക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടമായോ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.